ചരിത്രം തിരുത്തി എഴുതും. ആന്റണി പെരുമ്പാവൂരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അല്ല, സ്റ്റോറി നല്ല വിഷയമാണ്. ചില ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മൂവിയായിരുന്നു. എത്രയും അവേഴ്സ് പോയതറിയില്ല, തീരില്ലേ എന്നുള്ളൊരു തോന്നലായിരുന്നു. സൂപ്പർ, ഒരു രക്ഷയില്ല. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്. സോ ഐ ലൈക്ക് ദാറ്റ് മൂവി. ഒരു സിനിമ നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്ന രീതി പോലെ ആ കാണും. എല്ലാം ഇഷ്ടപ്പെടാത്തായിട്ടൊന്നുമില്ല. ഈച്ച് ആൻഡ് എവരി സീൻ അവർ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ, കൊള്ളാം. ഓ കൊള്ളാം, പൃഥ്വിരാജൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല സിനിമ ഒന്നും തോന്നിയില്ല. കിടിലം വേണം, വെറുതെയാണ്. നേരെ സിനിമ ആണ്, അത്രേ ഉള്ളൂ. അടിപൊളിയാണ്, നല്ലവരുത്തി കാണാൻ അടിപൊളി, നല്ല അടിപൊളി സിനിമ. അങ്ങനെയൊക്കെയല്ല എടുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു സിനിമ നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്ന രീതി പോലെ ആ കാണും. ആദ്യം ഞാൻ ഒരു റിവ്യൂ ഒക്കെ ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ വിചാരിച്ചല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗാണ്, അത് ഒരു ലാഗാണ്. പക്ഷേ എനിക്ക് ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല. സെക്കൻഡ് നല്ല സിനിമ കേട്ടോ. എനിക്ക് വെയിറ്റിംഗ് ആണ് തേർഡ് കാണാൻ വേണ്ടി. എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്പോയിലറായി പോവുമല്ലോ. സൂപ്പർ, ഒരു രക്ഷയില്ല. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്. സോ ഐ ലൈക്ക് ദാറ്റ് മൂവി. എനിക്കൊന്നും പറയാനില്ല. ഇലക്ട്രിക് വേണ്ടി വെയിറ്റിംഗ്. ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഇന്നലെ വന്നത് അത് കേട്ടിട്ടാണ് ഞാൻ ഇത് കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. എൻ്റെ പ്രതീക്ഷകളൊന്നും തകർത്തിട്ടില്ല. സൂപ്പർ. അങ്ങനെ ചോദിച്ചാൽ ആസ് എ മോഹൻലാൽ ഫാൻ യെസ്, സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളി, ഓസം. നല്ല മൂവിയായിരുന്നു. എത്രയും അവേഴ്സ് പോയതറിയില്ല, തീരില്ലേ എന്നുള്ളൊരു തോന്നലായിരുന്നു. നെഗറ്റീവ് കമൻസ് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരാണെങ്കിലും കുറച്ച് വന്നായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെന്നുള്ള തോന്നല വന്നത്. ബട്ട് നോ, അടിപൊളി മൂവിയാണ്. എല്ലാവരും കാണും. സെറ്റ് മൂവി, ഉറപ്പായിട്ടും വേർത്തായിരുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളിയായത്. കണ്ണെടുക്കാണ്ട് നോക്കിയിരിക്കാനുള്ള എല്ലാം ഉണ്ട്. ആ കോംബോ ആയിരുന്നു അടിപൊളി. ആ കോംബോ ഇത്ര പെർഫെക്റ്റ് ആയിരിക്കും വിചാരിച്ചില്ല. ബട്ട് ഫൈറ്റ് സീൻസ് അടിപൊളിയായിരുന്നു. എല്ലാവരും പൊളിയായിരുന്നു. ഫൈറ്റ് സീൻസ് എല്ലാം ഇഷ്ടപ്പെടാത്തായിട്ടൊന്നുമില്ല. ഈച്ച് ആൻഡ് എവരി സീൻ അവർ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ആയാലും എല്ലാം. മുരളി ഗോപി റൈറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ പറയേണ്ട കാര്യമില്ല. സ്ക്രീൻ പ്രസൻസ്, സ്വാഗ് അടിപൊളിയാണ്. ബിജിഎം ഒരു രക്ഷയില്ല. ബിജിഎമാണ് നമുക്ക് രോമാഞ്ചം വരുന്നത്. അടിപൊളി ബിജിഎമാണ്. അടിപൊളിയായിരുന്നു. അല്ല, സ്റ്റോറി നല്ല വിഷയമാണ്. ചില ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു മോഹൻലാലിന്റെ പടം ആയതുകൊണ്ടാണ് ഡീഗ്രേഡിങ്. അല്ല, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഡൈഹാർഡ് മോഹൻലാൽ ഫാനിന് ചിലപ്പോൾ കുറച്ച് സ്ക്രീൻ പ്രസൻസ് കുറവായിരുന്നു, പക്ഷെ സ്റ്റോറി വൈസ് കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, എല്ലാ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം നല്ലതായിട്ടുണ്ടായിരുന്നു. മേക്കിംഗ് നല്ല വിഷയമാണ്. നല്ല ഹോളിവുഡ് ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മോളിവുഡിൽ നിന്ന് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലോണം അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആ സീൻ വേണം, സെറ്റ് വേണം. ആ പൈസ ചിലവായതൊക്കെ വിസിബിളാണ് സ്ക്രീനിൽ. പിന്നെ ഡീഗ്രേഡിംഗ് ഒക്കെ ആവശ്യത്തിന് നടക്കുന്നുണ്ട്, പക്ഷേ കാണേണ്ട പടമാണ്. സെറ്റ് പടം നടക്കേണ്ട കാര്യമല്ല. അയ്യോ, ഒട്ടുമല്ല. വൺ ഓഫ് ദ ബെസ്റ്റ് പടമാണ് മലയാള ഇൻഡസ്ട്രിയിലെ. ഒരു നോ ഡൗട്ട് സെറ്റ് പടം, സീൻ പടം. ഇതിൽ ആ ലാസ്റ്റ് വന്ന വില്ലനെ മനസ്സിലായാലും മനസ്സിലാവും. പലർക്കും ഇത് കണ്ടിട്ട് ആളാരാണെന്ന് മനസ്സിലായിട്ടില്ല. അത് ലൈക്ക് ഇപ്പോൾ ആവശ്യത്തിന് നോളജും ബാക്കി സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടെങ്കിൽ ആളെ മനസ്സിലാവും, അറിയാവുന്ന ആൾ തന്നെയാണ്. സാധാരണ പ്രേക്ഷകന് മലയാളം മാത്രം കാണുന്ന ആളാണെങ്കിൽ പാടായിരിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ജസ്റ്റ് ഇപ്പോൾ ഒരു ട്രെയിലർ ടീസറിലൊക്കെ ഒന്ന് ഹൈപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ മനസ്സിലാവും. ചരിത്രം തിരുത്തി എഴുതും. ആന്റണി പെരുമ്പാവൂരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. സിനിമയിൽ ആന്റണി പെരുമ്പാവൂരിനെ കാണിക്കുമ്പോൾ എങ്ങനെയാണ്? ഭയങ്കര കിട്ടില്ല, നല്ല കയ്യടിയുണ്ട്, വലിയ ആവേശം തന്നെ ഉണ്ട്. മലയാള സിനിമയിൽ തന്നെ ആന്റണി പെരുമ്പാവൂർ ഒരു സംഭവമായി മാറാൻ പോകണം ഈ സിനിമയോട് കൂടി. ആന്റണി പെരുമ്പാവൂരിന് ഇതുപോലത്തെ റോളുകളൊക്കെ കിട്ടും. ഇനി തീർച്ചയായിട്ടും കിട്ടും. മലയാള സിനിമ വെച്ചാൽ മോഹൻലാലല്ലേ, പിന്നെ നായകനായിട്ട് വന്നു കഴിഞ്ഞാൽ സിനിമ പുള്ളിക്ക് ഒരു റോളുണ്ടല്ലോ, അത് പുള്ളി അഭിനയിക്കും. ഇനി പുള്ളിയുടെ മകനായിരിക്കും അല്ലേ വരാൻ? അത് പറയാൻ കഴിയില്ല. ഈ സിനിമയിലുണ്ടായിരുന്നു, കണ്ടില്ലേ? അത് കണ്ടു. പക്ഷെ എന്നാലും അതൊക്കെ ഒരു ഇതാണ്.